ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ നമ്മളൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതിലൊരു പുഡിങ്ങും കേക്കും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ കേക്ക് സ്പഞ്ചാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും പിന്നെ വേറൊരു 1 kg കേക്കുമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആയി പോകണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയിട്ട് വെക്കുകയാണ്. 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്തതാണല്ലോ കേക്ക് സ്പഞ്ചിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവർ ആ ഒരു വീഡിയോ പോയി കണ്ടാൽ മതി. അപ്പോൾ അതാ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ അരിച്ചിട്ട് വെക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് 4 എഗ്ഗാണ് ആവശ്യമുള്ളത്. അപ്പോൾ 4 എഗ്ഗും അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഷുഗറും കൂടെ ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. പിന്നെ സൺഫ്ലവർ ഓയിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് മുമ്പായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ചേ ആഡ് ചെയ്യാറുള്ളൂ. ഒരുപാട് ഓയിൽ നമുക്ക് കേക്കിലേക്ക് ആവശ്യമില്ല. ഒരുപാട് ഓയിൽ ഒഴിച്ചെന്ന് വിചാരിച്ചിട്ട് കേക്കിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ മോൾഡിൽ 2 മോൾഡിലായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം 1 kg ടോൾ കേക്കാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇതാ ഈ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ബട്ടർ സ്കോച്ച് പുഡിങ്ങും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് നമ്മൾ റെഡിയാക്കുന്നത്. അതായത് ആദ്യം നമ്മൾ ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രളയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ പുഡിങ്ങിലേക്കും ആവശ്യമായിട്ടുള്ള പഞ്ചസാര ക്യാരമൽ ഒരുമിച്ച് തന്നെ ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ അതാ മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞാൻ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഓയിൽ തടവി കൊടുത്തതിൻ്റെ ശേഷം എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ആൽമണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പകുതി ഇതാ ഞാനിവിടെ വീണ്ടും സ്റ്റൗവിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ ബാക്കി പാലും കൂടെ ഒഴിച്ചെടുത്ത് നമ്മൾ പുഡിങ് മിൽക്ക് മിക്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ ഷുഗർ ക്യാരമലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുമിച്ച് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു ഷുഗർ ജസ്റ്റ് ഒന്ന് മെൽറ്റായി വന്നതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ജസ്റ്റ് മെൽറ്റാക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 പാക്കറ്റ് പാല്, അതായത് ഒരു ലിറ്റർ ഇല്ല 3/4 ലിറ്ററോളം പാലാണ് ഞാനതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം അപ്പോൾ ആ ഷുഗർ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും നമ്മൾ ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ഷുഗർ. അപ്പോൾ അത് നല്ലോണം തിളപ്പിച്ച് നല്ലോണം മെൽറ്റാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പിന്നെ നമ്മൾ ചൈന ഗ്രാസും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗറും ഒക്കെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗർ മാത്രമാകുമ്പോൾ മധുരം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ കുറച്ചൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചൊരു വിപ്പിംഗ് ക്രീം ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടിന്ന് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ചൈന ഗ്രാസ് ഓൾറെഡി മെൽറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 15 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിരിക്കുന്നത് 3/4 ലിറ്റർ പാലിലേക്ക്. അതായത് ഒരു പാക്കറ്റ് പാലിലേക്ക് എന്തായാലും നമ്മൾ ഒരു പാക്കറ്റ്, അതായത് 10 ഗ്രാം ചൈന ഗ്രാസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് നല്ലോണം തിക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു ക്രീമി ടെക്സ്ചർ മതി എന്നുണ്ടെങ്കിൽ 10 ഗ്രാമിൻ്റെ ആവശ്യമില്ല. കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 7 ഗ്രാം 8 ഗ്രാമിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുപോലെ ചെയ്തിട്ടെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ട്രസ്ലെച്ചസ് കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓർഡർ ഉണ്ടായിരുന്നത് 1/2 kg വെയിറ്റ് വരുന്ന ട്രസ്ലെച്ചസ് ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 kg വെയിറ്റ് വരുന്നൊരു മോൾഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1/2 kg കേക്ക് അതിലേക്ക് ഫില്ലായിട്ട് വരില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു കസ്റ്റമർ. അപ്പോൾ നമുക്കങ്ങനെ കണക്കാക്കി, അതായത് കറക്റ്റ് കൊടുക്കണം എന്നൊന്നുമില്ല, കുറച്ചധികം ആയാലും കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു സ്പഞ്ചും കൂടെ ചെയ്തു. പിന്നെ അതായത് ഈ ഒരു മോൾഡിലേക്ക് ആ ഒരു കേക്ക് 1/2 kg വെയിറ്റ് വരുന്ന ആ ഒരു കേക്ക് സെൻറ്റർ ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കേക്കും കൂടെ ഞാനിവിടെ പിന്നെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ആ ഒരു ബാക്കി പോർഷൻ ഉണ്ടല്ലോ അവിടെയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിൽക്ക് മിക്സ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മിൽക്ക് മിക്സ് നമ്മൾ ഓർഡർ ആവുന്ന സമയത്ത് ഈ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് കൊടുക്കണമല്ലോ, അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ സെയിം ഹൈറ്റിൽ തന്നെ ആ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആ ഒരു മോൾഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതാ ഈ ഒരു മിൽക്ക് മിക്സ് എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിൽക്ക് മിക്സാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് സോക്ക് ആവുന്നത് വരെ ഇത് നല്ലോണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കുറച്ച് കണ്ടെയ്നറിലാക്കിയിട്ട് കസ്റ്റമർക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കുമല്ലോ. അപ്പോൾ അതാ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബീറ്റ് ചെയ്തിട്ട് തന്നെ സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. നോസിലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതാ ഇതുപോലെ നോസിൽ ഇല്ലാതെ തന്നെ നമ്മൾ ഇതുപോലെ പൈപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പുഡിംഗ് മിക്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പുഡിംഗ് മിക്സും ഈ ഒരു സെയിം മോൾഡിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു ട്രസ്ലെച്ചസ് ചെയ്ത ആ ഒരു മോൾഡിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ വിപ്പിംഗ് ക്രീമൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാനൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും. അത് ആ ഒരു അങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഒന്നുകൂടെ നല്ലോണം മിക്സായിട്ട് ഒന്നുകൂടെ ക്രീമി ആയിട്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വരും. അപ്പോൾ ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. അപ്പോൾ നെക്സ്റ്റ് ഇതാ നമ്മൾ ഇനി കേക്ക് ഐസിങ് ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ കോട്ടൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം, സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ട്രസ്ലെച്ചസ് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഈ ഒരു ഡെലിവറി ചെയ്യാൻ ടൈമിൽ ഈ ഒരു നട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം അതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതുപോലെ നമ്മൾ പുഡിംഗ് ആണെങ്കിലും ഡ്രസ്ലെച്ചസ് ഒക്കെ ആണെങ്കിലും നമ്മൾ നട്ട്സ് ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു അതായത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന ടൈമിൽ ആ ഒരു നട്ട്സിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് പോയി അത് തണുത്ത് വരും. അപ്പോൾ അത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കഴിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതാ ഇത്രയും ഓർഡേഴ്സായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ മുകളിൽ ആ ഒരു പ്രളയനും പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ വേറൊരു കേക്ക് നമ്മൾ ഈ ഒരു ഫുട്ബോളും സ്കേറ്റിങ്ങും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു തീമായിരുന്നു. അതും തന്നെ നോർമൽ പ്രിൻ്റ് വെച്ച് കൊടുത്തിട്ടുള്ള കേക്കായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇതാ ഈ ഒരു ബട്ടർഫ്ലൈ തീമിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.